നമസ്തേ. സന്ദേശമാല കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എത്ര പൊളിച്ചുപണികളാണ് ഒരു വീട്ടിൽ നടക്കുന്നത്. ഒരു വീട് കെട്ടിക്കഴിഞ്ഞാൽ സ്വസ്ഥമായി ഇനി ഒരു പണിയില്ല എന്നാണ് ഓരോരുത്തരുടെയും വിചാരം. എന്നാൽ അന്ന് മുതൽ പണി തുടങ്ങുകയാണ്. മുറ്റത്ത് നിന്ന് ചളിയും മണ്ണുമൊക്കെ അകത്തേക്ക് കയറുന്നു. അതുകൊണ്ട് മുറ്റമൊന്ന് ഇൻ്റർലോക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചു. ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നു മുറ്റം ഇൻ്റർലോക്ക് ചെയ്തു. അങ്ങനെ മഴക്കാലം വന്നപ്പോൾ ഇൻ്റർലോക്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അതൊരു വല്ലാത്ത പ്രശ്നമായി. വേനലായപ്പോൾ അത് പൊളിച്ച് മണ്ണിട്ട് ഉയർത്തി വീണ്ടും ഇൻ്റർലോക്ക് ചെയ്തു. അങ്ങനെ മകളെ കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞു. പക്ഷേ മരുമകൻ്റെ കാറ് മുറ്റത്തേക്ക് കയറുന്നില്ല. അതൊരിത്തിരി വീതിയും വലുപ്പമൊക്കെ ഉള്ള കാറാണ്. എന്തു ചെയ്യും? ഗേറ്റ് പൊളിച്ചു, വീതി കൂട്ടി, മതിൽ കെട്ടി, അതിനനുസരിച്ച് ഗേറ്റും വലുതാക്കി. ഇങ്ങനെ എത്ര പൊളിച്ചുപണികളാണ് ഓരോ വീട്ടിലും നടക്കുന്നത്. ഒരിക്കലും തീരാത്ത പണികളാണ് ഓരോ വീട്ടിലും നടക്കുന്നത്. ഇത് നമുക്ക് ചിന്തിച്ചാൽ ഈ കാര്യം നമുക്ക് സന്തോഷം തരുമോ? സന്തോഷമെന്ന് പറഞ്ഞാൽ വർത്തമാനകാലവുമായി ചേരുക എന്നുള്ളതാണ്. പുറത്തൊരിക്കലും സന്തോഷത്തെ കണ്ടെത്തരുത്. നാം ഇപ്പം ചെയ്യുന്നത് പുറത്തുള്ള വസ്തുക്കളിൽ സന്തോഷത്തെ കണ്ടെത്തുകയാണ്. പുറത്തുള്ളത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തതാണ്. അകത്താണ് സന്തോഷത്തെ കണ്ടെത്തേണ്ടത്. എങ്ങനെയാണ് അകത്തെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത്? അത് സത്സംഗത്തിലൂടെയാണ്. സത്സംഗത്തിൽ ഏർപ്പെടുക, സജ്ജനങ്ങളുമായി കൂട്ടുകൂടുക, ഈശ്വര ചിന്ത നടത്തുക, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥന ഉണ്ടാവുക, ചിരിക്കുക, കിട്ടിയതിനെ സ്വീകരിക്കുക. ഇന്ന് നമ്മൾ നമുക്ക് കിട്ടിയതിലേക്കല്ല നോക്കുന്നത്, അന്യന് കിട്ടിയതിലേക്കാണ്. നമ്മുടെ നോട്ടം അങ്ങോട്ടാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവനും അതിലേക്കാണ്. അപ്പം തന്നെ നമ്മുടെ സന്തോഷം പോകും. നമ്മുടെ കയ്യിൽ വന്നു ചേർന്നതിൻ്റെ ഗുണവും സന്തോഷവും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഒരു റെസിഡൻസ് അസോസിയേഷൻ പാവപ്പെട്ടവർക്ക് പൊതിച്ചോറ് കൊടുക്കുകയാണ്. എല്ലാവരും ചോറ് വാങ്ങി ഒരു ഭാഗത്ത് കൊണ്ടുവച്ച് കഴിക്കുക. അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരാളും അവനവന് കിട്ടിയ പൊതിയിലേക്കല്ല നോക്കുന്നത് മുഴുവനും മറ്റുള്ളവരുടെ പൊതിയിലേക്കാണ്. അവൻ്റെ പൊതിയിലെന്താ, അവൻ്റെ പൊതിയിലെന്താ, മറ്റവൻ്റെ പൊതിയിലെന്താ എന്നാണ് ചിന്ത. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദും അവനറിയുമില്ല. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവനും
മറ്റുള്ളവരുടെ പൊതിയിലേക്കാണ്. അവൻ്റെ പൊതിയിൽ മീൻ വറുത്തതുണ്ടോ, കറി വെച്ച കഷ്ണങ്ങളുണ്ടോ, ഇറച്ചി കഷ്ണമുണ്ടോ, മുട്ടയുണ്ടോ? ഇതൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. ഈ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കി പൊതിഞ്ഞു കൊണ്ടുവരുന്നതല്ല. പല വീടുകളിൽ നിന്നും പല വീട്ടുകാരും അവരുടെ വകയായി നൽകുന്നതാണ് പൊതിച്ചോറ്. അതുകൊണ്ടാണ് അതിൽ പലവിധത്തിലുള്ള കറികളും ഉണ്ടാവും എന്ന് ഇവർ കരുതുന്നത്. അതാണ് അവനവനിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കുന്നത്. പുറത്തെ വസ്തുവിലേക്ക് വ്യയം ചെയ്യുമ്പോൾ അത് ശീലമാവും. ഊണിലും ഉറക്കത്തിലും പുറത്തെ ഭൗതിക വസ്തുക്കളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. കരതല ഭിക്ഷ തരുതല വാസം എന്നാണ്. കരതല ഭിക്ഷ എന്ന് പറഞ്ഞാൽ കയ്യിൽ മാത്രം ഭിക്ഷ സ്വീകരിക്കുക. തരുതല വാസം എന്ന് പറഞ്ഞാൽ വൃക്ഷച്ചുവട്ടിൽ തല ചായ്ക്കുക. ഒരു ചട്ടി പോലും ഭാരമാണ്. അതുകൊണ്ട് കയ്യിൽ ഭക്ഷണം കഴിക്കുക, മരച്ചുവട്ടിൽ കിടക്കുകയും ചെയ്യുന്നു. ഒന്നിനോടും ഒരു ഒട്ടലുമില്ലാതെ കഴിയുക. വീട് എന്ന് പറഞ്ഞാൽ വിടാനുള്ള ഇടം എന്നാണ് അർത്ഥം. ഇത് മനസ്സിലാക്കാതെ എത്ര പൊളിച്ചുപണികളാണ് നാം നടത്തുന്നത്. കുളിമുറി പൊളിച്ച് അവിടെ ടൈലൊട്ടിക്കുന്നത് ഗൃഹനാഥന് അവിടെ വീണ് കാലൊടിയാനാണ്. ഈ മാറ്റത്തിനാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിന്നീട് ആ മാറ്റത്തിലേക്ക് ആവും. ആ മാറ്റം നമ്മുടെ നാശത്തിനുള്ളതല്ലേ. പൊളിച്ചുപണികൾ വേണ്ട എന്നല്ല, ആവശ്യത്തിന് ആവാം.